So we welcome all of you to this 21 days of the School of the Holy Spirit. ഈശോയുടെ നാമത്തിൽ ഈ 21 ദിവസം സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. And actually it's a real privilege that we are able to have a program like this. നമ്മൾ ഭാഗ്യപ്പെട്ടവരാണ്. നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ ആയിട്ടുള്ളൊരു അവസരം ദൈവം നമുക്ക് നൽകിയതിനോർത്ത് നന്ദി പറയാം. Yeah, because I remember many years ago when I was growing up, desiring to grow in the Holy Spirit, we never had a program like this. ഞാൻ ഓർക്കുന്നു, ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ കൂടണം എന്ന്. പക്ഷെ ആ സമയത്ത് ഇങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ So we had to learn so many things by ourselves, and then we grew up in the Spirit. അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ഞങ്ങൾ തനിയെ പഠിച്ചു ആത്മാവിൽ വളർന്നു വന്നവരാണ്. So it's really a wonderful privilege for all of you who are listening to learn so many things about the Holy Spirit. അതുകൊണ്ട് ഇത് നമ്മൾ ബ്ലെസ്ഡ് ആണ്, പ്രിവിലേജ്ഡ് ആണ്. ഈ ഒരു അവസരം ദൈവം നമുക്ക് നൽകിയതിന് ഓർത്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ടുള്ള ഈ ശുശ്രൂഷ നൽകിയതിന് ഓർത്ത് നമുക്ക് ദൈവത്തെ നന്ദി ഓർത്ത് സമർപ്പിക്കാം. So today we are going to speak on a very beautiful subject about the Holy Spirit. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു വളരെ മനോഹരമായ ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. And that is a very thrilling subject about the Holy Spirit. അത് വളരെ ഒരു ത്രില്ലിംഗ് സബ്ജക്റ്റ് ആണ്. നമുക്ക് വളരെ ഒരു ഉത്സാഹവും ഉന്മേഷവും തരുന്ന ഒരു സബ്ജക്റ്റ് ആണ്, വിഷയമാണ്. And that is that the Holy Spirit is God. അതാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നാണ് വിഷയം. Yeah, so we are going to learn from the scriptures how the scripture tells us that the Holy Spirit is God. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വചനങ്ങൾ എടുത്ത് പഠിക്കാൻ പോവുകയാണ്. എവിടെയാണ് പരിശുദ്ധാത്മാവ് ദൈവം എന്ന് പറയുന്ന വചനങ്ങൾ എടുത്ത് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. And we know that the church calls the Holy Spirit the Lord and giver of life. നമ്മൾ മനസ്സിലാക്കുന്നു സഭ പരിശുദ്ധാത്മാവിനെ ജീവദായകം എന്ന് വിളിക്കുന്നു. സ്രോതസ്സായി, ജീവന്റെ സ്രോതസ്സായി വിളിക്കുന്നു കർത്താവ്. So we will learn something very interesting from the word of God, that the Holy Spirit who dwells inside us is God himself. അതുകൊണ്ട് ഇന്ന് നമ്മൾ വളരെ മനോഹരമായ വിഷയം പഠിക്കാം. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. The Holy Spirit that we experience every day is God himself. നമ്മൾക്ക് അനുഭവം ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നു. I remember reading a book written by Father Sullivan. ഞാൻ ഒരു പുസ്തകം വായിച്ചത് ഓർക്കുന്നു. ഫാദർ സുലൈമാൻ എഴുതിയ ഒരു പുസ്തകം, സുലൈവാൻ എഴുതിയ ഒരു പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയത് ഞാൻ ഓർക്കുന്നു, വായിച്ചത് ഓർക്കുന്നു. He has written many books on the Holy Spirit. ഫാദർ സുലൈവാൻ ഒരുപാട് പുസ്തകങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. He has written a book on purgatory. ആള് ശുദ്ധീകരണ സ്ഥലത്തിലെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. He has written a book on humility. എളിമയെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എളിമ എന്ന പുണ്യത്തെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. He has written a book on
the wonderful name of Jesus. ഈശോന്റെ മനോഹരമായ നാമത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. So he has written many books. ആള് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. And he has written one book on the Holy Spirit. അതിൽ രചിച്ച ഒരു പുസ്തകം ആണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളത്. He has written these books in the year 1940s, 1940. ഫാദർ സുലൈവാൻ ഈ പുസ്തകങ്ങൾ എഴുതിയത് 1940 എന്ന ഈ വർഷകാലങ്ങളിലെ സമയത്താണ്. Those days. ആ ദിവസങ്ങളിലാണ് ഈ പുസ്തകങ്ങൾ എഴുതി. 1940s 40കളിലാണ് ഈ പുസ്തകം എഴുതിയത്. 1940 എന്ന വർഷം. There is one statement that is said in the book of the Holy Spirit which I want to share with you. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പുസ്തകത്തിൽ ഇങ്ങനെ രചിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. So he said, the same respect that we give Jesus on the altar, the same respect that we give Jesus on the altar, we should give to the Holy Spirit who dwells within us. ആ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അൾത്താരയിൽ ജീവിക്കുന്ന സക്രാരിയിൽ ആയിരിക്കുന്ന ഈശോന് നമ്മൾ എന്ത് മഹത്വം കൊടുക്കുന്നു, ആ അതേ തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് നൽകണം എന്നതാണ്. നമുക്കറിയാം, നമുക്ക് സക്രാരിയിൽ ഈശോനെ കാണുമ്പോൾ നമുക്കൊരു ബഹുമാനം വരാറുണ്ട്, ഒരു ആദർ വരാറുണ്ട്, ഒരു ആരാധന വരാറുണ്ട്. When we see when we know that Jesus is there in the tabernacle, we have an honor, we have an adoration towards the Lord. In the same way, we should have an honor and adoration for the Holy Spirit who dwells within us. സക്രാരിയിൽ വസിക്കുന്ന ഈശോനോട് നമുക്കൊരു ബഹുമാനം ഉണ്ടാകാറുണ്ട്, ആദരവ് ഉണ്ടാവാറുണ്ട്, സ്നേഹം. അതേ ബഹുമാനവും സ്നേഹവും ആദരവും എല്ലാം നമുക്ക് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ഉണ്ടാകണം എന്നതാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. So because Father wrote this, I share it very boldly to others. ഫാദർ സുലൈവാൻ ഇത് എഴുതിയത് കൊണ്ടാണ്, അച്ഛൻ ഇത് എഴുതിയത് കൊണ്ടാണ് ഞാൻ ഇത് വളരെ ധൈര്യത്തോട് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത്. So now we are going to look into the scriptures that speaks that the Holy Spirit is himself God. അതുകൊണ്ട് നമ്മൾ ചില വചനങ്ങൾ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ചില വചനങ്ങൾ എടുത്ത് വായിക്കാൻ പോവാണ്. ഈശോ പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് സ്പഷ്ടമാക്കുന്ന ചില വചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. We know that we call the Holy Spirit as the third person of the Holy Trinity. നമ്മൾ പരിശുദ്ധാത്മാവിനെ ത്രിത്വത്തിലെ മൂന്നാമത്തെ പേഴ്സൺ ആയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വ്യക്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ വിളിക്കുന്നത് മൂന്നാമത്തെ വ്യക്തിയായിട്ട് ആണ് നമ്മൾ വിളിക്കുന്നത്. But we have to understand, God does not call the Holy Spirit as the third person of the Holy Trinity. പക്ഷേ ദൈവം ഒരിക്കലും പരിശുദ്ധാത്മാവിനെ മൂന്നാമത്തെ വ്യക്തി എന്നതായിട്ടല്ല വിളിക്കുന്നത്. The Bible teaches us that God calls the Holy Spirit my spirit. പക്ഷേ ദൈവം പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത് എന്റെ ആത്മാവ് എന്നതാണ്. God does not call Jesus the second person of the Trinity. He calls Jesus my son. ഈശോനെ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായിട്ടല്ല ദൈവം വിളിക്കുന്നത്, പക്ഷെ സ്വന്തം പുത്രൻ, സ്വപുത്രൻ എന്നായിട്ടാണ് വിളിക്കുന്നത്. So that's why for us to have a good understanding on earth, we are taught that the Holy Spirit is the third person of the Trinity. നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാ ത്രിത്വത്തിലെ മൂന്നാം വ്യക്തി എന്ന് ആയി നമ്മൾ
അറിയിച്ചിരുന്നത്, നമ്മൾ വിളിക്കപ്പെടുന്നത്. So we have to understand here that just because the Holy Spirit is called third, does not mean that is the third in category. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ വ്യക്തി എന്ന് വിളിക്കുമ്പോൾ അത് മൂന്നാം ഘടകം ആയിട്ട് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. Yeah, so the church is teaching us that the Holy Spirit is equal to the Father and equal to the Son. സഭ നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും സ്വതുലനം ചെയ്യുന്നു, ഈക്വൽ ആണ് എന്ന് ആണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. So now we have to understand, in order for God, someone to become God has to have three qualities. അതുകൊണ്ട് ഒരാൾ ദൈവത്തോട് ഈക്വൽ ആകാനും തുലന ചെയ്യപ്പെടാനും ആൾക്ക് മൂന്ന് സവിശേഷതകൾ ഉണ്ടാകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. So the first quality that a person should have to be God. Everybody cannot become God. Yeah. The first quality that a person needs to be God is that person has to be everywhere. അതുകൊണ്ട് ആദ്യത്തെ സവിശേഷത ഒരു ആള് ദൈവമാകണമെങ്കിൽ ആള് എല്ലായ്പ്പോഴും എല്ലാ സ്ഥലത്തും ഉണ്ടാകണം എന്നാണ്. ഹി ഹാസ് ടു ബി എവ്രിവെയർ, എല്ലായ്പ്പോഴും ഉണ്ടാകണം എന്നാണ്. So the English word is called omnipresent. ഇംഗ്ലീഷില് omni present എന്ന് വിളിക്കപ്പെടുന്നു. എല്ലാ സ്ഥലത്തും എല്ലായ്പ്പോഴും എപ്പോഴും ഉണ്ടാകുന്നതാണ് ദൈവം. ദൈവത്തിന്റെ സാമീപ്യം എല്ലായ്പ്പോഴും എല്ലായിടത്തും ഉണ്ടാകും എന്നതാണ്. So in the Malayalam it is said sarvavyapi. മലയാളത്തില് സർവവ്യാപി എന്ന് അറിയപ്പെടുന്നു. ദൈവം സർവവ്യാപി എന്ന് അറിയപ്പെടുന്നു. യെസ്. So we see that the Bible tells us that the Holy Spirit is everywhere. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു ദൈവം പരിശുദ്ധാത്മാവ് സർവവ്യാപിയാണ്. So we see that in the book of wisdom. ഇത് നമ്മൾ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ കാണുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം chapter 1 ഒന്നാമത്തെ അധ്യായം verses 7. ഒന്നാമത്തെ അധ്യായം 7-ാം വാക്യം. ജ്ഞാനം 1:7. Because the Spirit of the Lord has filled the world, and that which holds all things together knows what is said. Yeah. Malayalam വായിക്കുക. Sister Diana, sister. വായിക്കാവേ. ജ്ഞാനം 1:7. കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു. The Spirit of the Lord has filled the earth. ദൈവത്തിന്റെ ആത്മാവ് ഈ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നത്. So we are told very clearly that the Holy Spirit has filled the earth. അതുകൊണ്ട് വളരെ സ്പഷ്ടമായി നമ്മളോട് പറയപ്പെടുന്നു ഈ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന്. So that itself is a sign that the Holy Spirit is God. അത് തന്നെ ഒരു അടയാളമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നത്. So the next verse we find in the wisdom chapter 12. അടുത്തത് നമ്മൾ എടുക്കാൻ കാണുന്നത് ജ്ഞാനത്തിന്റെ പുസ്തകം 12-ാം അധ്യായം വിസ്ഡം 12. ജ്ഞാനത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. For your immortal spirit is in all things. Therefore, you correct little by little those who trespass, and you remind and warn them of the things through which they sin, so that they may be freed from wickedness and put their trust in you, O Lord. ജ്ഞാനം 12:1-2. കർത്താവേ, സകലത്തിലും അങ്ങയുടെ അക്ഷയമായ ചൈതന്യം കുടികൊള്ളുന്നു. പാപികൾ പാപവിമുക്തരാകാനും
അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുവാനും വേണ്ടി അങ്ങ് അധർമ്മികളെ പടിപടിയായി തിരുത്തുന്നു. അവർ പാപം ചെയ്യുന്ന സംഗതികൾ ഏവയെന്ന് ഓർമ്മിപ്പിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. So we are told here that the Holy Spirit is in all things. അതുകൊണ്ട് ഇവിടെ നമ്മളോട് പറയപ്പെടുന്നത് പരിശുദ്ധാത്മാവ് എല്ലാത്തിലും ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. So first we read that he fills the world. ആദ്യം നമ്മൾ പഠിച്ചത് പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു. Now we read that he fills all things. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കും പരിശുദ്ധാത്മാവ് എല്ലാത്തിലും ഉണ്ട്. So then this is the second sign that he is God, because he is there in all things. ഇതാണ് രണ്ടാമത്തെ അടയാളം. പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നത് രണ്ടാമത്തെ അടയാളം. The next verse you find in Psalm 139. മൂന്നാമത്തെ വചനം നമ്മൾ കാണുന്നത് സങ്കീർത്തനം 139 അധ്യായത്തിലാണ്. സങ്കീർത്തനം 139 verses 139 verses 7 to 12. സങ്കീർത്തനം 139 വാക്യങ്ങൾ 7 മുതൽ 12 വരെ. Psalms 139 verses 7 to 12. Where can I go from your spirit? Or where can I flee from your presence? If I ascend to heaven, you are there. If I make my bed in Sheol, you are there. If I take the wings of the morning and settle at the furthest limits of the sea, even there your hand shall lead me, and your right hand shall hold me fast. If I say, surely the darkness shall cover me, and the light around me become night, even the darkness is not dark to you. The night is as bright as the day, for darkness is as light to you. കർത്താവ്, അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിന് ചിറകു ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്നു വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലതു കൈ എന്നെ പിടിച്ചു നടത്തും. ഇരുട്ട് എന്നെ മൂടട്ടെ, എന്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങയ്ക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങയ്ക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. So we are told very clearly here that we cannot go away from the Holy Spirit. So we see that the word of God tells us that we cannot go away from his spirit. നമുക്ക് കാണാം, ദൈവവചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് നമുക്ക് എവിടെയും പോകാൻ പറ്റുകയില്ല. എല്ലായിടത്തും ദൈവത്തിന്റെ ആത്മാവുണ്ട്. Because wherever we go, the Holy Spirit is there. ഞങ്ങൾ എവിടെ പോകുമ്പോഴും അവിടെ പരിശുദ്ധാത്മാവുണ്ട്. So that is why we should not be afraid of going to any new place. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പുതിയൊരു സ്ഥലത്ത് പോകുന്നത് കൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. Because even though we do not know the places, we need to remember that the Holy Spirit will be there. ഞങ്ങൾക്ക് പുതിയ സ്ഥലങ്ങൾ പരിചിതമല്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കണം, പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്. So that gives us a new strength for us to move as the Spirit leads. അതുകൊണ്ട് നമുക്കത് പുതിയ ധൈര്യം തരുന്നു. പുതിയ സ്ഥലത്ത് പോകുമ്പോൾ അത് പരിശുദ്ധാത്മാവ് ഞങ്ങൾ നയിക്കും എന്നുള്ള വലിയൊരു ധൈര്യം തരുന്നു. So that is what we have to understand, that the Holy Spirit is God and he is everywhere. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് എല്ലായിടത്തും ഉണ്ട്. He is there in Afghanistan also. പരിശുദ്ധാത്മാവ് അഫ്ഗാനിസ്ഥാനിലും ഉണ്ട്. He is there in Russia, he is there in Ukraine, he is there in Palestine, he is there in every nation of the world, every mountains, every seas, every desert, he is there everywhere. പരിശുദ്ധാത്മാവ് യുക്രൈൻ, റഷ്യ, പലസ്തീൻ എല്ലാ മൗണ്ടൻസിലും കടലിലും ലോകത്തിലെല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. So that is why we call him God. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ ദൈവം എന്ന് വിളിക്കുന്നത്. And we all know that the Holy Spirit is our helper.
ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ സഹായകനാണ്. And then we also need to know that our helper is everywhere. ഞങ്ങൾ ഒരു കാര്യം കൂടെ അറിയണം, ഞങ്ങളുടെ ഹെൽപ്പർ, ഞങ്ങളുടെ സഹായകൻ എല്ലായിടത്തുമുണ്ട്. So now the next point that we have to understand is that God has a quality which nobody else has. അടുത്ത പോയിന്റ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് ഒരു പ്രത്യേക സവിശേഷതയുണ്ട്, അത് ആർക്കും ഇല്ലാത്ത ഒരു സവിശേഷത. And that is God knows everything. അത് ദൈവത്തിന് എല്ലാം അറിയാം. So that is called in English omniscient. അത് ഇംഗ്ലീഷിൽ omniscient എന്ന് പറയുന്നു. So in Malayalam it is said Sarvagyani. മലയാളത്തിൽ സർവ്വജ്ഞാനി എന്ന് പറയാം. Yeah. So the Bible teaches us that the Holy Spirit himself knows everything. ബൈബിൾ തിരുവചനം നമ്മൾ പഠിപ്പിച്ചു തരുന്നു, പരിശുദ്ധാത്മാവിന് എല്ലാ കാര്യങ്ങളും അറിയാം. So we see that in 1 Corinthians chapter 2 verses 10. 1 Corinthians 2 chapter 10 തിരുവചനം പറയുന്നു. Yeah. These things God has revealed to us through the Spirit, for the Spirit searches everything, even the depths of God. 1 Corinthians 2:10 എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ചു കണ്ടെത്തുന്നു. So we see that we are told here that the Holy Spirit knows all the secrets of God. നമുക്കിവിടെ കാണാം, ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു, പരിശുദ്ധാത്മാവിന് എല്ലാ രഹസ്യങ്ങളും അറിയാം. So he knows everything about God. പരിശുദ്ധാത്മാവിന് ദൈവത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും അറിയാം. So one day in one of our training program, ഒരു ദിവസം ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ സമയത്ത് I asked one question. ഞാനൊരു ചോദ്യം ചോദിച്ചു. So I asked, the question was this: can you tell one scripture which proves that the Holy Spirit knows everything? ചോദ്യം ഇതായിരുന്നു, നിങ്ങൾക്ക് ഒരു ദൈവവചനം പറയാവോ, പരിശുദ്ധാത്മാവിന് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറയുന്ന ഒരു ദൈവവചനം പറയാമോ എന്നൊരു ചോദ്യമായിരുന്നു അത്. So one young boy, maybe age 18 years. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, Yeah, he stood up. അവൻ എഴുന്നേറ്റ് നിന്നു. And he said, എന്നിട്ട് പറഞ്ഞു, the Holy Spirit will teach you everything. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരും. So if somebody can teach everything, that person will be knowing everything. ഇപ്പം ഒരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരണമെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. He knows that. So you find that in John chapter 14:26. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 26 വാക്യത്തിൽ, But the Advocate, the Holy Spirit, whom the Father will send in my name, will teach you everything and remind you of all that I have said to you. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. Yeah. So we see very clearly here that the Holy Spirit will teach you everything. ഞങ്ങൾക്ക് വളരെ വ്യക്തമായി ഇവിടെ കാണാം, പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരും. So if somebody can teach everything, that means that person knows everything. ഒരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരാൻ പറ്റുമെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. So from that day onwards, whenever I teach that the Holy Spirit is Sarvavyapi, Sarvagyani, omniscient, I teach this scripture. അന്ന് മുതൽ ഞാൻ പരിശുദ്ധാത്മാവ് ഓംനിഷ്യന്റ് ആണ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ തിരുവചന ഭാഗം പഠിപ്പിച്ചു കൊടുക്കും. Yeah, that because he knows everything, he can teach everything. എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിന് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു തരാൻ പറ്റും. Yeah, Isaiah chapter 40. ഏശയ്യ 40 അധ്യായം verses 13, 1-3.
13-ാം തിരുവചനം. Who has directed the Spirit of the Lord, or as his counselor has instructed him? കർത്താവിന്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട്? ഏത് ഉപദേശകൻ അവിടത്തേക്ക് പ്രബോധനം നൽകി? So we see that Holy Spirit is complete by himself. അപ്പൊ നമുക്കിവിടെ കാണാം പരിശുദ്ധാത്മാവിൽ തന്നെ പൂർണ്ണനാണ്. Because here the Bible says, who has directed the Spirit of God? ഇവിടെ വചനം പറയുന്നു, ആരാണ് പരിശുദ്ധാത്മാവിനെ നിയന്ത്രിച്ചത്? So we know that nobody has directed the Spirit of God. Nobody can direct the Spirit of God. നമുക്കിവിടെ കാണാം പരിശുദ്ധാത്മാവിനെ ആരും നിയന്ത്രിച്ചിട്ടില്ല, ആരും നിയന്ത്രിക്കുന്നില്ല. Because Holy Spirit knows everything, he does not need any direction from us. പരിശുദ്ധാത്മാവിന് എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിന് ആരുടെയും നിയന്ത്രണം ആവശ്യമില്ല. So many times we try to direct the Holy Spirit. പല ഘട്ടങ്ങളിലും ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാറുണ്ട്. We try to direct him according to our own ideas. ഞങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ കൊണ്ടും ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാറുണ്ട്. So that is actually not necessary. അതിന്റെ ആവശ്യം ശരിക്കും ഇല്ല. We need to make the Holy Spirit sit in the driver's seat. പരിശുദ്ധാത്മാവ് ഡ്രൈവറിന്റെ സീറ്റിൽ ഇരിക്കാൻ ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഡ്രൈവർ സീറ്റിൽ ഇരിക്കണം. We should allow him to sit in the life, in our lives, on the main point of our life. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിന് ഞങ്ങൾ ഡ്രൈവർ സീറ്റിൽ ഇരിക്കാൻ ഞങ്ങൾ സമ്മതിക്കണം. Yeah. So and the Bible again tells us that nobody has counseled the Holy Spirit. തിരുവചനം ഒന്നും കൂടി പറയുന്നു, ആരും പരിശുദ്ധാത്മാവിന് പ്രബോധനം നൽകിയിട്ടില്ല, ഉപദേശം നൽകിയിട്ടില്ല. പരിശുദ്ധാത്മാവിന് ഒരു ഉപദേശകനും ഇല്ല. So and many times we try to instruct the Holy Spirit. പലപ്പോഴും ഞങ്ങൾ തന്നെ പരിശുദ്ധാത്മാവിന് നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. Yeah. So those things are not necessary. അത്തരം കാര്യങ്ങളൊന്നും ആവശ്യമില്ല. We need to listen to him. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ ശ്രവിക്കണം. And then we need to learn to obey him. എന്നിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ പഠിക്കണം. Yeah. So that is what we have to learn. The Holy Spirit is everywhere and the Holy Spirit knows everything. അപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് എല്ലായിടത്തും ഉണ്ട്, പരിശുദ്ധാത്മാവിന് എല്ലാ കാര്യങ്ങളും അറിയാം. Now, I remember reading about Saint Vincent Pallotti. ഞാൻ ഓർക്കുന്നു സെന്റ് വിൻസെന്റ് പദ്രുവിന്റെ ഒരു കാര്യം. That when he was a small child, he was not able to study very well. കുഞ്ഞായിരുന്നപ്പോൾ ആ വിശുദ്ധന് പഠിക്കാൻ പറ്റുമായിരുന്നില്ല, പഠിക്കാൻ വലിയ പ്രാവീണ്യമൊന്നും ഉണ്ടായിരുന്നില്ല. So his mommy told him, ask the help of the Holy Spirit. അപ്പം വിശുദ്ധന്റെ അമ്മ പറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിക്കാൻ. So from that day onwards, he started praying to the Holy Spirit and asking the help of the Holy Spirit, and that is how he was able to study. അന്ന് മുതൽ പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിച്ചു പഠിക്കാൻ തുടങ്ങി. അപ്പം പഠിക്കാൻ പറ്റി. Yeah, I think yesterday we had a message which told us that Saint Vincent Pallotti is praying for us. ഇന്നലെ ഞങ്ങൾക്കൊരു സന്ദേശം ലഭിച്ചിരുന്നു, സെന്റ് വിൻസെന്റ് പദ്രുത്തി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നത്. So now we understood why he is praying for us. ഇപ്പൊ നമുക്കറിയാം എന്തുകൊണ്ടാണ് ആ വിശുദ്ധൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന്. Because that saint knows the importance of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ ഇമ്പോർട്ടൻസ് കാണിച്ചു തരുന്നു. I remember we were having a retreat for junior sisters. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് ജൂനിയർ സന്യാസികൾക്ക് ഒരു ധ്യാനം ഉണ്ടായിരുന്നു. And one sister came and told, ഒരു കന്യാസ്ത്രീ വന്ന് പറഞ്ഞു, when they were very small studying in school, കന്യാസ്ത്രീ വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, so they were told to go to one Hindu ashram and pray.
ഹിന്ദു ആശ്രമത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ അവരോട് പറയുമായിരുന്നു. Because they were told that if you go to that ashram and pray, you will get wisdom to study. ആ ആശ്രമത്തിൽ പോയി പഠിച്ചാൽ പഠിക്കാനുള്ള ജ്ഞാനം കിട്ടുമെന്ന് പറയുമായിരുന്നു. Now, what a big tragedy this is. Sorry, brother. What a big tragedy this is. അതെന്ത് വലിയൊരു അത്യാഹിതമായിരുന്നു, വിഷമഘട്ടമായിരുന്നു. Yeah, because when you have the Holy Spirit, it is not necessary to go here and there. When you have already the Holy Spirit, the teacher, the one who knows everything. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെയും ഒന്നും പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് അധ്യാപകനാണ്, ഹെൽപ്പറാണ്, സഹായകനാണ്. And because the sister did not know about the Holy Spirit when she was a small child, she made this mistake. സിസ്റ്റർ കന്യാസ്ത്രീക്ക് കുഞ്ഞായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിവില്ലായ്മ കൊണ്ട് ഈ ഒരു തെറ്റ് ചെയ്യേണ്ടി വന്നു. That is what Jesus said. We are making mistakes because we do not know the power of God, neither we know the scriptures. അതുകൊണ്ടാണ് ഈശോ തിരുവചനത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ ശക്തിയോ തിരുവചനമോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റു പറ്റുന്നത് എന്ന്. Yeah. So there is because we don't know the importance of the Holy Spirit, we are being misled and directed in wrong ways. പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യം ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും വഴിതെറ്റി പോകുന്നതും തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതും. And the next point about God being God, because it's one of the next point is that he is omnipotent. അടുത്ത പോയിന്റ് ദൈവം ആവാനുള്ള അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് omnipotent ആയിരിക്കുക എന്നുള്ളതാണ്. Omnipotent means in Malayalam we can say Sarva Shaktivan. മലയാളത്തിൽ സർവശക്തവാൻ എന്ന് പറയും. Yeah, Sarva Shaktivan. He is all powerful. ദൈവം സർവശക്തിവാനാണ്. And we see that the Holy Spirit himself is all powerful. ഞങ്ങൾക്ക് കാണാൻ പറ്റും പരിശുദ്ധാത്മാവ് തന്നെ സർവശക്തനാണ്. It was through him the world was created. പരിശുദ്ധാത്മാവിലൂടെയായിരുന്നു സൃഷ്ടികർമ്മം നടന്നത്, ഭൂമി സൃഷ്ടിക്കപ്പെട്ടത്. That is why the church says he is the Lord and giver of life. അതുകൊണ്ടാണ് ചർച്ച് പറയുന്നത്, സഭ പറയുന്നത് പരിശുദ്ധാത്മാവ് ജീവദാതാവാണ് എന്ന്. Job chapter 33 verses 4. ജോബ് അധ്യായം 33 തിരുവചനം 4. The Spirit of God has made me, and the breath of the Almighty gives me life. ദൈവചൈതന്യം എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. So many miracles we see in the Bible that the Holy Spirit has done. നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്തതായി നമുക്ക് കാണാം. Yeah. So beginning from Genesis to the book of Revelation, we can see a lot of miracles that were done by the Holy Spirit. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പരിശുദ്ധാത്മാവ് നൽകിയ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് കാണാം. Yeah. Here in the wisdom we can see one scripture, Wisdom chapter 1. ജ്ഞാനം അധ്യായം 1 verses 7. തിരുവചനം 7. Because the Spirit of the Lord has filled the world, and that which holds all things together knows what is said. ജ്ഞാനം chapter 1 verses 7. Okay. ജ്ഞാനം 1:7. കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു. Yeah, so it's said here that the Holy Spirit holds all things together. ഇവിടെ പറയുന്നു പരിശുദ്ധാത്മാവ് എല്ലാത്തിനെയും ആശ്ലേഷിക്കുന്നു. The Holy Spirit പരിശുദ്ധാത്മാവ് holds all things together. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേർക്കുന്നു. Yeah. So we have to understand it is the Holy Spirit is holding the whole universe together.
അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവാണ് മുഴുവൻ യൂണിവേഴ്സിനെയും പ്രപഞ്ചത്തെ മുഴുവനും ഒരുമിച്ച് ചേർക്കുന്നത് പരിശുദ്ധാത്മാവാണ്. Yeah, because science says that there is a force that is holding all things together. ശാസ്ത്രം പറയുന്നു ഒരു ശക്തിയുണ്ട്, എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. Yeah, if that power is withdrawn, science says every one of us will become like dust. ആ ശക്തി പിൻവലിക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും വെറും ധൂമപടലമായി മാറുമെന്ന് ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. So now we have to understand it is that same spirit that is all powerful who dwells within us. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പരിശുദ്ധാത്മാവ്, ഞങ്ങളിൽ വസിക്കുന്ന ആ പരിശുദ്ധാത്മാവ് വളരെ ശക്തനായ പരിശുദ്ധാത്മാവാണ്. So that's what we have to understand, that the Holy Spirit within us is that powerful Holy Spirit who is holding the whole universe together. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങളിൽ വസിക്കുന്ന ആ പരിശുദ്ധാത്മാവാണ് മുഴുവൻ പ്രപഞ്ചത്തെയും ഒരുമിച്ച് കൂടെ ചേർക്കുന്നതെന്ന്. So one of the greatest miracle that the Holy Spirit did, ഒരു ഏറ്റവും വലിയൊരു അത്ഭുതം പരിശുദ്ധാത്മാവ് ചെയ്തത്, can you say which is that miracle? ആർക്കെങ്കിലും പറയാവോ ആ അത്ഭുതം ഏതാണെന്ന്? So many times we say when the Pardon? Holy Spirit overshadowed Mother Mary. One of the greatest miracle that the Holy Spirit did is no. One of the greatest miracle that the Holy Spirit did is he brought Jesus. He raised Jesus. He brought Jesus, who is God Himself, Rome and 11. made him so small that you cannot see through your eyes, and brought that word, made that word into a seed, and brought it and kept in Mother Mary's womb. ഏറ്റവും വലിയ അത്ഭുതം പരിശുദ്ധാത്മാവ് ചെയ്തത് ഈശോയെ ആ കണ്ണിൽ കാണാൻ പറ്റാത്ത അത്രയും ചെറുതായി ഒരു വിത്തായി പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വെക്കുകയും ഭൂമിയിലേക്ക് വചനം മാംസമായി ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. So we have to understand that Jesus is God Himself. ഞങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഈശോ ദൈവമാണ്. So He made Jesus so small that cannot be seen through your eyes, and brought that seed and placed it in the Mother Mary's womb. പരിശുദ്ധാത്മാവാണ് ദൈവമായ ഈശോനെ നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത അത്രയും ചെറിയൊരു വിത്തായി പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ കൊണ്ടുവന്നത്. So that is one of the greatest miracle that the Holy Spirit has done. അതാണ് ഏറ്റവും വലിയ ഒരു അത്ഭുതം പരിശുദ്ധാത്മാവ് ചെയ്തത്. So now we have to understand here that the Holy Spirit is omnipresent, omniscient, and all powerful. ഞങ്ങൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങൾ: പരിശുദ്ധാത്മാവ് ഓംനിപ്രസന്റ് ആണ്, ഓംനിസിയന്റ് ആണ്, ആൻഡ് സർവശക്തനുമാണ്. സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവശക്തിവാൻ. സർവവ്യാപിയാണ്, സർവധ്യാനിയാണ്, സർവശക്തിവാനാണ്. And that is the Holy Spirit who dwells within us. ആ പരിശുദ്ധാത്മാവാണ് ഞങ്ങളിൽ ഓരോരുത്തരും വസിക്കുന്ന പരിശുദ്ധാത്മാവ്. So just imagine when you come into the relationship with the Holy Spirit. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയും ശക്തനായ പരിശുദ്ധാത്മാവുമായി ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കുകയാണെങ്കിൽ how powerful things will happen in us. എത്ര ശക്തമായിരിക്കും ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എത്ര ശക്തമായിരിക്കും, ശക്തിയേറിയതായിരിക്കും. Again the Bible tells us that the Holy Spirit is sovereign. രണ്ടാമത് പരിശുദ്ധ തിരുവചനം പറയുന്നു പരിശുദ്ധാത്മാവ് The word sovereign means he can choose by himself. പരിശുദ്ധാത്മാവിന് സ്വമേധയാ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റും. So we see that the Holy Spirit is God. He can choose according to his wish. പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റും. 1 Corinthians chapter 12 verses 11. 1 കൊരിന്തോസ് 12-ാം അധ്യായം 11-ാം തിരുവചനം. All these are activated by one and the same Spirit, who allots to each one individually, just as the Spirit chooses. Yeah. So we see the Bible tells us as the Spirit chooses.
നമുക്കിവിടെ കാണാൻ പറ്റും പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുക്കുന്നത് പോലെ എന്ന് കാണാൻ പറ്റും. തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനം നൽകുന്ന ഒരേ ആത്മാവിന്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. So he himself chooses. പരിശുദ്ധാത്മാവ് സ്വമേധയാ തെരഞ്ഞെടുക്കുന്നു. Yeah. Again we find another scripture in Acts chapter 13 verses 2. അപ്പോസ്തല പ്രവർത്തനം അധ്യായം 13 രണ്ടാം തിരുവചനം പറയുന്നു. Acts 13 verses 2. While they were worshipping the Lord and fasting, the Holy Spirit said, "Set apart for me Barnabas and Saul for the work to which I have called them." അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. So we see the Holy Spirit telling, set apart for me. പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത് നമുക്ക് കാണാം, അവരെ എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക എന്ന്. Set apart. മാറ്റി നിർത്തുക, എനിക്ക് വേണ്ടി എന്ന് പറയുന്നതായി കാണാം. Yeah. Can you just repeat that? We could not hear. നമുക്ക് തിരുവചനത്തിൽ കാണാൻ പറ്റുന്നുണ്ട്, പരിശുദ്ധാത്മാവ് പറയുന്നു അവരെ എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക എന്ന് പറയുന്നതായി. Yeah. Again it is said, to which I have called them. I have called them. ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എന്ന് പിന്നെയും പറയുന്നതായി കാണാം. ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി. So then we have to understand here that the Holy Spirit is not some spirit who is inferior. The Holy Spirit is equal to the Father and equal to the Son. പരിശുദ്ധാത്മാവ് ഒരിക്കലും പിതാവിന്റെയും പുത്രന്റെയും താഴെയല്ല. പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തിനും ഈശോയ്ക്കും തുല്യനായി ഉള്ള മൂന്നാമത്തെ വ്യക്തിയാണ്. There is another scripture which tells us that the Holy Spirit is eternal. അടുത്ത തിരുവചനത്തിൽ നമുക്ക് കാണാം പരിശുദ്ധാത്മാവ് നിത്യതയിൽ അനന്തമാണ്. Eternal ആണ്. So we see that in Hebrews chapter 9 verses 14. ഹീബ്രു 9 അധ്യായം 14 തിരുവചനം. How much more will the blood of Christ, who through the eternal Spirit offered himself without blemish to God, purify our conscience from dead works to worship the living God? Brother, Hebrew, which chapter? Sorry. 9:14. Okay. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്തകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്നും എത്ര അധികമായി വിശുദ്ധീകരിക്കുകയില്ല. So we are told that the Holy Spirit is eternal spirit. പരിശുദ്ധാത്മാവ് eternal ആണെന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നു. Yeah. Eternal in Malayalam you say what it is? അനന്തമാണ്, നിത്യതയിൽ നിത്യമാണ്, അന്തമില്ലാത്തതാണ്, നിത്യമാണ്. So we see the Holy Spirit is eternal spirit. That means he has no beginning, neither he has an end also. പരിശുദ്ധാത്മാവിന് ആദ്യം അന്തവുമില്ല. പരിശുദ്ധാത്മാവ് ആദ്യം അന്തവുമാണ്, ലൈക്ക് തുടക്കവും അവസാനവുമാണ്, നിത്യതയിലുള്ളതാണ്. Now we have to understand here that in the beginning of the Christian church, first 300 years, around 300 years, there was a confusion in the church. Many were saying, many were not sure whether the Holy Spirit is equal to God or not. There was a doubt in people's mind. നമുക്ക് കാണാൻ കഴിയും, തിരുസഭയുടെ ആദ്യത്തെ 300 കാലഘട്ടങ്ങളിൽ ജനങ്ങൾ സംശയാലുക്കളായിരുന്നു. പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണോ, പരിശുദ്ധാത്മാവ് ദൈവത്തിന് തുല്യ സ്ഥാനമുണ്ടോ എന്ന് ജനങ്ങൾ വളരെ സംശയാലുക്കളായിരുന്നു ആദ്യത്തെ 300 കാലഘട്ടങ്ങളിൽ സഭയുടെ. So that is why the church fathers studied the word of God, studied the scriptures, and they spent time in prayer, and they said that the Holy Spirit is God, equal to the Father and equal to the Son. സഭയുടെ പിതാക്കന്മാർ തിരുവചനങ്ങൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ അവർ മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തിനും ഈശോയ്ക്കും തുല്യനാണെന്ന്, ദൈവമാണെന്ന്. Many saints like Saint Basil and other saints,
they are the one who put it on record that the Holy Spirit is God. വിശുദ്ധരായ സെയിന്റ് ബേസിലും മറ്റു പല വിശുദ്ധരുമാണ് ഇത് സ്ഥിരീകരിച്ചത് പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണെന്ന്. Yeah. So we see when Saint Peter is talking about the Holy Spirit as God. We see the Acts chapter 5, 3 and 4. പത്രോസ് ലീഹ അപ്പോസ്തല പ്രവർത്തനങ്ങൾ ചാപ്റ്റർ 3 5-ാം തിരുവചനത്തിൽ ദൈവമാണെന്ന് പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. Yeah, Acts chapter 5, 3 and 4. അപ്പോസ്തല പ്രവർത്തനം 5, 3, 4. Ananias, Peter asked, "Why has Satan filled your heart to lie to the Holy Spirit and to keep back part of the proceeds of the land? While it remained unsold, did it not remain your own? And after it was sold, were not the proceeds at your disposal? How is it that you have contrived this deed in your heart? You did not lie to us, but to God." പത്രോസ് ചോദിച്ചു, അനനിയാസേ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത്? പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ? വിറ്റുകിട്ടിയതും നിന്റെ അധീനതയിലായിരുന്നില്ലേ? ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. ഈ വാക്ക് കേട്ട് ഉടനെ അനനിയാസ് നിലത്ത് വീണ് മരിച്ചു. Yeah. So we see Peter telling that why has Satan filled your heart to lie to the Holy Spirit? ഇവിടെ നമുക്ക് കാണാം പത്രോസ് ലീഹ അനന്യാസിനോട് പറയുന്നത് പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ നിനക്ക് പ്രേരണ തന്നത് സാത്താനാണെന്ന് പറയുന്നത് കാണാം. And then Saint Peter is telling, when you told lie, you lied to God. പത്രോസ് ലീഹ പറഞ്ഞു, നീ കള്ളം പറഞ്ഞപ്പോൾ നീ ദൈവത്തോടാണ് കള്ളം പറഞ്ഞതെന്ന് പറയുന്നു. So Peter was telling that you stand to tell the Holy Spirit and God is one. അവിടെ പത്രോസ് ലീഹ പറയുന്നത് പരിശുദ്ധാത്മാവും ദൈവവും ഒന്നാണ് എന്നാണ് പറയുന്നത്. Yeah. Again we see about Jesus in Matthew 28 verses 19. മത്തായി സുവിശേഷകൻ മത്തായിയുടെ അധ്യായം 28:19 വീണ്ടും ഈശോ പറയുന്നു, "Go therefore and make disciples of all nations, baptizing them in the name of the Father and of the Son and of the Holy Spirit." ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. So we see here that Jesus was equally putting the Holy Spirit equal to the Father and the Son. ഇവിടെ ഈശോ പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവത്തിനും ഈശോയ്ക്കും തുല്യമായി വെക്കുന്നത് കാണാൻ കഴിയും. Yeah. Again we see here in 2 Corinthians 13:13, Saint Paul equals the Holy Spirit with the Father and the Son. 2 Corinthians 13:13. 2 കൊരിന്തോസ് 13-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പൗലോസ് ലീഹ പരിശുദ്ധാത്മാവിനെ ദൈവത്തോട് തുല്യനായി പറയുന്നത് കാണാൻ കഴിയും. Yeah. We can see that 2 Corinthians 13:13. The grace of the Lord Jesus Christ, the love of God, and the communion of the Holy Spirit be with all of you. കർത്താവായ So we യേശുക്രിസ്തുവിന്റെ see that കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. Yeah. So we see that the Saint Paul is equaling the Holy Spirit with the Father and the Son. ഇവിടെ പൗലോസ് ലീഹ പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവത്തിനും ഈശോയ്ക്കും തുല്യനായി കാണുന്നു. Yeah. So now we have to understand here that as we worship the Father, as we worship the Son, we also need to worship the Holy Spirit. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ പിതാവായ ദൈവത്തെ ആരാധിക്കുമ്പോഴും ഈശോയെ ആരാധിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനെ തുല്യമായി ആരാധിക്കണം. Yeah. So when we say Holy Spirit, I worship you, the Holy Spirit will respond. പരിശുദ്ധാത്മാവെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അതിന് പ്രത്യുത്തരിക്കും. And it's very easy to worship the Holy Spirit because the Holy Spirit is inside us. പരിശുദ്ധാത്മാവിനെ ആരാധിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. Yeah. So we can worship the Holy Spirit and we can also pray to the Holy Spirit.
അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ ആരാധിക്കുകയും ചെയ്യാം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. Now the next point is we are also called to pray to the Holy Spirit. അടുത്ത പോയിന്റ്, ഞങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. And does the Bible say that we can pray to the Holy Spirit? തിരുവചനം പറയുന്നു നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാമെന്ന്. Does the Bible say? തിരുവചനം പറയുന്നുണ്ടോ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നുണ്ടോ തിരുവചനം? Because we know that the Holy Spirit is God, we can pray to the Holy Spirit. ഞങ്ങൾക്കറിയാം പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന്, അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. So there is a reference here in Matthew 9 verses 37. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ 37-ാം തിരുവചനത്തിൽ Then he said to his disciples, "The harvest is plentiful, but the laborers are few." അവൻ ശിഷ്യരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. Verses 38. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. Therefore, ask the Lord of the harvest to send out laborers into his harvest. Yeah. So we are told here that we are to ask the Lord of the harvest. That means pray to the Lord of harvest that he may send out laborers into his harvest. നമ്മളോട് ഇവിടെ പറയുന്നത്, നമ്മൾ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക, വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു. Now who is the Lord of the harvest? ആരാണ് വിളവിന്റെ നാഥൻ? We'll see from the word of God. തിരുവചനത്തിൽ പറയുന്നു, Matthew chapter 13 മത്തായി 13-ാം അധ്യായം verses 2. 2-ാം തിരുവചനം. Such great crowds gathered around him that he got into a boat. Acts chapter 13 verses 2. Acts chapter 13. അപ്പോസ്തല പ്രവർത്തനം 13:2. Acts chapter 13 verses 2. While they were worshipping the Lord and fasting, the Holy Spirit said, "Set apart for me Barnabas and Saul for the work to which I have called them." അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സാവുളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. What did Jesus say? Pray to the Lord of harvest that he may send laborers into the harvest, into his harvest. ഈശോ എന്താണ് പറഞ്ഞത്? വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക, വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ എന്ന്. So here you see Holy Spirit is telling, set apart for me Barnabas and Saul for the work to which I have called them. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ബർന്നബാസിനെയും സാവുളിനെയും എന്റെ ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. So you understand that the Holy Spirit is the Lord of the harvest. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധാത്മാവാണ് വിളവിന്റെ നാഥൻ എന്ന്. Acts chapter 13 verses 4. അപ്പോസ്തല പ്രവർത്തനം 13:4. So being sent out by the Holy Spirit, they went down to Seleucia, and from there they sailed to Cyprus. പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട അവർ സെലൂക്കിയയിലേക്ക് പോവുകയും അവിടെ നിന്ന് സൈപ്രസിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു. So we see that the Holy Spirit sent them out to the harvest. പരിശുദ്ധാത്മാവ് വിളവിന്റെ ഭൂമിയിലേക്ക് അയച്ചതായി നമുക്ക് കാണാൻ പറ്റുന്നു. So what did Jesus say? Pray to the Lord of harvest that he may send laborers into the harvest. ഈശോ എന്താണ് പറഞ്ഞത്? വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക, വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ എന്ന്. So that now again we have to understand that the Holy Spirit is the Lord of the harvest. നമ്മൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കേണ്ടതാണ് പരിശുദ്ധാത്മാവാണ് വിളവിന്റെ നാഥൻ എന്ന്. And we are told to pray to the Lord of harvest. അവരോട് പറയുകയാണ് ലോർഡ് ഓഫ് ഹാർവസ്റ്റ്, വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്ക എന്ന്. Acts chapter 16. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 6, 7, 8. 6, 7, 8 തിരുവചനങ്ങൾ. Acts chapter 16, 6, 7, 8. They went through the region of Phrygia and Galatia, having been forbidden by the Holy Spirit to speak the word in Asia. While they had come opposite Mysia, they attempted
to go into Bithynia, but the Spirit of Jesus did not allow them. So passing by Mysia, they went down to Troas. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചത് കൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്യ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. മീസിയായ്ക്ക് അടുത്തു വന്നപ്പോൾ ബിഥീനിയയിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു. എങ്കിലും യേശുവിന്റെ ആത്മാവ് അതിനനുവദിച്ചില്ല. തന്മൂലം മീസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി. So we see here Holy Spirit himself directing them, redirecting them as the Lord of the harvest. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധാത്മാവ് അവരെ നയിക്കുകയും വീണ്ടും തിരിച്ചു നയിക്കുകയും ചെയ്യുന്നതായിട്ട് വിളവിന്റെ ഭൂമിയിലേക്ക് പോകാൻ വേണ്ടി. Yeah. So by that we can easily know that the Holy Spirit is the Lord of the harvest. ഇതിൽ നിന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാം പരിശുദ്ധാത്മാവാണ് വിളവിന്റെ നാഥനെന്ന്. Again, another beautiful scripture is found in Acts chapter 10. അടുത്തൊരു മനോഹരമായ ഒരു തിരുവചനമുണ്ട് അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ. Yeah, 3 to 8 we can read 3 to 8. 3 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. One afternoon, at about 3 o'clock, he had a vision in which he clearly saw an angel of God coming in and saying to him, Cornelius. He stared at him in terror and said, What is it, Lord? He answered, Your prayers and your alms have ascended as a memorial before God. Now send some men to Joppa for a certain Simon who is called Peter. He is lodging with Simon a tanner, whose house is by the seaside. While the angel who spoke to him had left, he called 2 of his slaves and a devout soldier from the ranks of those who served him. And after telling them everything, he sent them to Joppa. But noon, Yeah, that's enough. about That's enough. Okay, continue. You read it in Malayalam. ഒരു ദിവസം ഏതാണ്ട് 9-ാം മണിക്കൂറിൽ കോർണേലിയൂസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദേവദൂതൻ ആഗതനാകുന്നത് ഒരു ദർശനത്തിൽ അവൻ വ്യക്തമായി കണ്ടു. ഭയവിഹ്വലനായി ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു, പ്രഭോ, ഇതെന്താണ്? ദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് അനുസ്മരിച്ചിരിക്കുന്നു. യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശെമയോനെ വരുത്തുക. അവൻ കടൽ തീരത്ത് താമസിക്കുന്ന തുകൽ പണിക്കാരൻ ശെമയോന്റെ വീട്ടിലുണ്ട്. തന്നോട് സംസാരിച്ച ദൂതൻ പോയപ്പോൾ അവൻ തന്റെ 2 ഭൃത്യന്മാരെയും അംഗരക്ഷകന്മാരിൽപ്പെട്ട വിശ്വസ്തനായ ഒരു പടയാളെയും വിളിച്ച് എല്ലാം വിശദീകരിച്ചു കൊടുത്തതിനു ശേഷം അവരെ യോപ്പായിലേക്ക് അയച്ചു. Yeah, so we see here that an angel appeared and asked Cornelius to call Peter. ഇവിടെ നമുക്ക് കാണാം ഒരു ദൈവദൂതൻ കോർണേലിയസിന്റെ അടുത്ത് വന്നിട്ട് പീറ്ററിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറയുന്നത് കാണാം. Yeah. Now we read verses 17 to 20. ഇനി നമുക്ക് തിരുവചന ഭാഗം 17 മുതൽ 20 വരെ വായിക്കാം. അപ്പോസ്തല പ്രവർത്തനം 10:17 മുതൽ 20 വരെ. Now, while Peter was greatly puzzled about what to make of the vision that he had seen, suddenly the men sent by Cornelius appeared. They were asking for Simon's house and were standing by the gate. They called out to ask whether Simon, who was called Peter, was staying there. While Peter was still thinking about the vision, the Spirit said to him, Look, 3 men are searching for you. Now get up, go down, and go with them without hesitation, for I have sent them. താൻ കണ്ട ദർശനത്തിന്റെ അർത്ഥം എന്തെന്ന് പത്രോസ് സംശയിച്ചു നിൽക്കുമ്പോൾ കോർണേലിയൂസ് അയച്ച ആളുകൾ ശെമയോന്റെ വീട് അന്വേഷിച്ച് പടിവാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശെമയോൻ ഇവിടെയാണോ താമസിക്കുന്നത് എന്ന് അവർ വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ആത്മാവ് അവനോട് പറഞ്ഞു, ഇതാ 3 പേർ നിന്നെ അന്വേഷിക്കുന്നു. എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുക, ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോവുക, എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്. So we see the background that an angel appeared to Cornelius and asked that to bring Simon to this place. ഞങ്ങൾക്കിവിടെ കാണാം കോർണേലിയസിനോട് ഒരു ദേവദൂതൻ വന്ന് പറയുകയാണ് ശെമയോൻ പത്രോസിന്റെ അടുത്തേക്ക് പോവുക എന്ന് വിളിക്കാൻ വേണ്ടി. Yeah, but here in verses 20 we see something different. ഇവിടെ 20-ാം അധ്യായത്തിൽ തിരുവചനത്തിൽ നമുക്ക് വേറൊരു വ്യത്യസ്തമായ ഒരു കാര്യം കാണാൻ പറ്റുന്നു. Here the Holy Spirit is telling, I have sent them. പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നു, ഞാനാണ് അവരെ അയച്ചത് എന്ന്. So the Holy Spirit is telling, I have sent them. പരിശുദ്ധാത്മാവാണ് അവരെ അയച്ചത് എന്ന് പരിശുദ്ധാത്മാവ് തന്നെ പറയുന്നു. So that means that the angel was sent by the Holy Spirit. അതിന്റെ അർത്ഥം ദേവദൂതൻ പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ടതാണ് എന്നാണ്.
And the Holy Spirit told the angel what he has to talk to Cornelius. എന്നിട്ട് പരിശുദ്ധാത്മാവാണ് ദൈവദൂതനോട് പറഞ്ഞു കൊടുത്തത് എന്താണ് കോർണേലിയൂസ് ശിമയോൻ പത്രോസിനോട് പറയേണ്ടത് എന്താണ് എന്ന് പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞു കൊടുത്തു. So that is, by this again you can know that the Holy Spirit is the Lord of the harvest. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും മനസ്സിലാക്കാൻ പറ്റും പരിശുദ്ധാത്മാവാണ് വിളവിന്റെ നാഥൻ എന്ന്. Then again we see that Peter and is going to Cornelius. പിന്നെയും നമുക്ക് കാണാം പത്രോസ് ലീഹ കോർണേലിയൂസിന്റെ അടുത്തേക്ക് പോകുന്നതായിട്ട്. And then so many people are waiting to hear the word of the Lord. ഒത്തിരി ജനങ്ങൾ തിരുവചനം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നു. And then we see that Peter standing up and preaching. പത്രോസ് ലീഹ എഴുന്നേറ്റ് നിന്ന് സുവിശേഷം പ്രഘോഷിക്കുന്നത് കാണാൻ പറ്റുന്നു. And while he was preaching, the Bible says the Holy Spirit fell upon the people who had come there. പത്രോസ് ലീഹ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കേട്ടുകൊണ്ടിരുന്ന ജനങ്ങളിൽ മുഴുവൻ നിറഞ്ഞു വന്നതായി നമുക്ക് കാണാൻ പറ്റുന്നു. Again you see here that the Lord of the harvest put everything together. ഇവിടെ നമുക്ക് വീണ്ടും കാണാം വിളവിന്റെ നാഥൻ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടുന്നതായിട്ട്. So another beautiful thing we see about the Lord of the harvest. അടുത്തൊരു മനോഹരമായ കാര്യം, വിളവിന്റെ നാഥനെ കുറിച്ചുള്ള അടുത്തൊരു മനോഹരമായ കാര്യം കാണാൻ പറ്റുന്നത്, He appeared on the day of Pentecost. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത ദിനത്ത് ആഗതനായത് ആണ്. You know, the festival of Pentecost was a festival of harvest. പെന്തക്കോസ്ത ഒരു വിളവിന്റെ ഒരു ഉത്സവമായിരുന്നു. Yeah, it was a festival of the first fruits. അത് ആദ്യ വിളവിന്റെ ഒരു ഉത്സവമായിരുന്നു പെന്തക്കോസ്ത ദിനം യഥാർത്ഥത്തിൽ. So it was a harvest festival. അതുകൊണ്ട് അതൊരു വിളവിന്റെ ഒരു ഉത്സവം തന്നെയായിരുന്നു. And that is the day when God introduced the Holy Spirit to the world. അപ്പം ആ വിളവിന്റെ ഉത്സവ ദിനത്തിൽ തന്നെയാണ് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചത് തന്നെ. Because he is the Lord of the harvest. കാരണം പരിശുദ്ധാത്മാവ് വിളവിന്റെ നാഥനാണ്. അതുകൊണ്ട് So we can worship the Holy Spirit, we can pray to the Holy Spirit, we can talk to the Holy Spirit, and we need to honor the Holy Spirit who is within us. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം, സംസാരിക്കാം, മഹത്വവും ബഹുമാനവും കൊടുക്കാം. നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. Anybody got any questions here? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? Yeah, so we'll pray now, and let us all pray that God's Spirit will move powerfully in us, very powerfully, and let's pray that Holy Spirit will reveal himself to us as God in our lives, so that we learn to worship him, we learn to honor him, and we learn to love him. പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയും അത് മുഖേന ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും മഹത്വപ്പെടുത്താനും വേണ്ടി ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. One of the most beautiful thing that can ever happen to you at this time, ഏറ്റവും മനോഹരമായ കാര്യം നിങ്ങൾക്ക് ഈ സമയത്ത് സംഭവിക്കാൻ പറ്റുന്നത്, where you can learn how to grow in fellowship with the Holy Spirit. പരിശുദ്ധാത്മാവുമായുള്ള വ്യക്തിബന്ധത്തിൽ എങ്ങനെ വളരാൻ പറ്റും എന്നതാണ് ഏറ്റവും മനോഹരമായ ഒരു കാര്യം ഈ നിമിഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. So at this time when we are praying, let us pray for grace so that we can grow in fellowship with the Holy Spirit. ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായുള്ള ആഴമേറിയ വ്യക്തിബന്ധത്തിൽ വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Yeah, so we'll all unmute. I request everybody to unmute, and all those who can unmute, and let's all pray together. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Lord. Thank you, Lord. Thank you, Jesus. Thank you, Lord.
In our hearts, we praise you, worship you. Advocate, our comforter, our destiny. Power to guide the church of God. By the precious blood we appeal, Lord, glory to you, all honor to you, This day we praise you, we worship you, we love you. High and sin, we praise you, we worship you, we love you, we adore you, we honor you. We praise you, we worship you, we honor first from the savory of your adore you, we love you. Sanctify us, Lord. We praise you, we worship you, we love you, we adore you. As the Holy Spirit convince us, Lord. Enlighten us about our sinfulness, Lord. every part of my have been saved because of our God and Jesus. In Jesus' name, Godly thoughts unsealed upon all of us, Lord, in our families. Certificates and charismatic We bless your mighty Holy Spirit. Praise you, Holy Spirit. We love you, Holy Spirit. Shakaruna Barina Barina
Ephesians right in Hari Baba our eyes Bara open. Bashi Kara Babara Bala Bashi Kara Bari Basha Kari Bara Bari Bala Bara 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 Bashi Kala Bala Bala Basha Bara Bala Basha Bara Pour your spirit on all flesh, Lord. Pour out your spirit. Lord, pour your righteous. So anybody can share any experience the Lord has given inside you. Lord is healing many of our human spirit within. Is healing many of the wounds in our spirit. So that our capacity to receive the graces of God, to receive more of the Holy Spirit will increase in our life. The Lord is healing our inner spirit, our inner man. ദൈവം നമ്മുടെ അന്തരാത്മാവിനെ ഹീൽ ചെയ്യുന്നുണ്ട്, ആന്തരിക മുറിവുകൾ ഹീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൃപകൾ റിസീവ് ചെയ്യാൻ പറ്റും, സ്വീകരിക്കാൻ പറ്റും. ഒത്തിരി പേരെ ഹീൽ ചെയ്യുന്നുണ്ട്, സുഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ആന്തരിക മനുഷ്യന്റെ മുറിവുകൾ കർത്താവ് സുഖപ്പെടുത്തുന്നു. So anybody else want to share anything? You can share, then we can wind up. Hello, brother. Praise the Lord. Yes, yes. Praise the Lord. When we began before the session, when we were praising and worshiping the Lord, I sensed a powerful wind, and it's like a whirlwind, and it was just coming from far, and I could feel I'm getting blown inside, taken inside that whirlwind. And that was that powerful wind that I sensed. And even now, after the session, when we were praying in tongues, I felt that wind blowing heavy, and it was on each of the participants. I was sensing it because it was going from one person to the other. And then I saw a hand reaching out to me, like, as you said, fellowship of the Holy Spirit. So a hand was reaching out to me. That the Holy Spirit wants to have a fellowship with me. So I praise and thank the Lord. Thank you, brother. അപ്പൊ ഈ ചേച്ചി പറഞ്ഞ ഇതാണ്, തുടക്കത്തില് സ്തുതിക്കുന്ന സമയത്തില് ഒരു കാട്ട് രീതിയിൽ ഒരു അനുഭവം ഉണ്ടായി ചേച്ചിക്ക്. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ സ്തുതിക്കുന്ന സമയത്തിലും ശക്തമായ കാറ്റ് ചേച്ചിക്ക് അനുഭവം ഉണ്ടായി. അത് മാത്രമല്ല, ഈ പരിശുദ്ധാത്മനെ കാറ്റ് എല്ലാവരുടെ അടുത്ത് പോയി ആണ് ചേച്ചി പറയുന്നത്. The wind went to each and every person. എല്ലാവരുടെ അടുത്ത് കാട്ട് പോയി ആണ് പറഞ്ഞത്. പിന്നെ അവർ കൈ കണ്ടു, അത് വ്യാഖ്യാനം കിട്ടിയത് പരിശുദ്ധാത്മന കൂട്ടായ്മ ആണ് ആൾക്ക് വ്യാഖ്യാനം കിട്ടിയത്. So anybody else want to share anything? Praise the Lord, brother. I saw flexing of muscles. Pardon? I saw like a person, building up his muscles, the dumbbells. The muscles were quite built up. So the interpretation that I get is our spirit is being built up. Yeah. People are getting built up, especially to honor the Holy Spirit. Yeah. Yes, a lot of muscles I saw in the arms. Yeah, Pramila? Yeah. Yes, brother. Yeah, before starting the session, I saw a vision of God's hand in a glorious form, and He was holding me very closely. I saw a vision of a blue waterfall, and the Holy Spirit gave me the word from the scripture is Revelations chapter 22, verse 1. Then the angel showed me a river with the angel
showed me a river with the water of life, clear as crystal, falling from the throne of God and of the Lamb. Then I saw a fiery door. And after that, I saw a vision of Abba Father seated on the throne. In the group, many people are getting the anointing of the Holy Spirit. Edwin D'Souza, God heals your disease. Then I saw a vision of a small hill, and later on I saw Jesus walking on the water. Then I saw a vision of a rainbow on a white windmill, and Jesus is giving me a special anointing to receive his word into my life. Then I saw a vision of the word fire in capital letters, F-I-R-E. Then I saw a vision of a white dove going to Anne Pereira. Linda, God heals you by name. God calls you by name and heals you. For 14 persons, a dove is hugging them. Then I saw a vision of myself dipping myself in a river, and I believe the river is the Holy Spirit, and I'm dipping myself in the Holy Spirit to get more of his anointing. Then I saw a vision of myself, and next to me was a huge white book, and the white book is nothing but the Bible. And then Carol D'Souza, God calls you by name. Then during the talk towards the end, as you're talking of the harvest, I saw a vision of mighty fire coming to my mind. And now as we were praying in tongues, Jesus appeared and gave me a verse, Acts chapter 13 verse 2. Set apart, and gave me and highlighted this line from the word. Set apart from me Barnabas and Saul. Next, I saw a vision of Jesus in white putting his hand on my head. And then 4 persons in the group are going to conceive. Then I saw a vision of myself attending a holy mass, and from the chalice, glory is coming out. Thank you, Jesus. Praise you, Jesus. Hallelujah. Thank you. And anybody else want to share anything? Okay, then we'll wind up. Jeremiah, can you make a short prayer? Jeremiah, can you make a short prayer? Yes. Yes, brother. What kind of prayer? Ending. Just ending prayer. Okay, all right. In the name of the Father, the Son, and the Holy Spirit. Amen. Lord, we thank you for the wonderful session that we had. We thank you for the words that came alive in all of our lives. We thank you for all the participants whom you gave grace for them to come and attend this session. We thank all the organizers, Brother Anthony, Justin brother, Victoria, sister, all those who are making this program a success. And I pray special grace. I pray special anointing and blessings upon all the organizers. And I also pray, Lord, that tonight as we go to sleep, your word may be absorbed in our minds as dewdrops. Lord God, I pray this in the mighty and precious name of Jesus, your beloved Son. In the name of the Father, the Son, and the Holy Spirit. Amen. Amen. Thanks be to God. So good night, everybody. We'll meet tomorrow. Pray for tomorrow's class. So we have a very special guest tomorrow. Okay, brother. Praise the Lord. Praise the Lord. Thank you, Praise, brother. Thank you, brother. Praise the Lord. thank you, brother. Lord. Praise the Praise the Lord. Thank you. Praise the Lord.